നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ തന്നെ നടന്നു കിട്ടുന്ന ഒരു സമയമാണ് ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഇവർ ആഗ്രഹിച്ച കാര്യം പെട്ടെന്ന് തന്നെ നടന്നു കിട്ടും. ഇവർക്ക് എല്ലാവിധ ഐശ്വര്യത്തോടു കൂടിയും സൗഭാഗ്യത്തോടു കൂടിയും ജീവിക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇവർക്ക് പുതിയ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുകയും അതിലൂടെ അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുന്ന നേട്ടങ്ങൾ വന്നു ചേരുകയും ചെയ്യും. തൊഴിൽപരമായി വലിയ ഉയർച്ചകൾ കാണുന്ന ഒരു സമയമാണ്. ഇവർക്ക് ഈ ഒരു സമയത്ത് ആത്മവിശ്വാസം വർദ്ധിക്കും. കുടുംബത്തിൽ ഒട്ടേറെ ഉന്നതികൾ വന്നു ചേരും. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും. ഒട്ടേറെ ഗുണങ്ങൾ വന്നു ചേരുന്ന ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. തങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് ഒട്ടേറെ ഗുണങ്ങൾ വർദ്ധിച്ചു കാണുന്ന സമയമാണ്. ഇവർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്നു. അതിലൂടെ അവരുടെ ജീവിതത്തിൽ പുത്തൻ ഉണർവ് തന്നെ വന്നു ചേരുന്ന സമയമാണ്. ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാകും. വീട് നിർമ്മാണം ഇവർക്ക് നടക്കുന്ന ഒരു സമയമാണ്. അതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പുരോഗതി നിറഞ്ഞ ഒരു സമയം കൂടിയാണ്. സാമ്പത്തികപരമായി ഇവർക്ക് ഒട്ടേറെ പുരോഗതി കൈവരിക്കാൻ സാധിക്കുന്ന സമയം. ഒട്ടേറെ അനുകൂലമായ വരുമാന മാർഗങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. അനാവശ്യമായ വാക്കുതർക്കത്തിൽ ഇടപെടാതിരിക്കുക. ശാരീരികമായ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഇവർക്ക് രക്ഷ നേടാൻ സാധിക്കുന്ന സമയം കൂടിയാണ്. തൊഴിൽപരമായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ മാറുകയും തൊഴിൽ അഭിവൃദ്ധി നേടുന്ന സാഹചര്യങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയമാണ്. മികച്ച നേട്ടങ്ങളോടുകൂടി ഉയർച്ചയോടുകൂടി മിന്നുന്ന നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കുന്ന ഒരു സമയമാണ്. സാമ്പത്തിക അഭിവൃദ്ധി ഇവർക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. വ്യക്തിപ്രഭാവം കൊണ്ടും സ്വാധീന ശക്തി കൊണ്ടും ഇവർക്ക് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്നു. ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറുകയും ഇവരുടെ കഴിവുകൾ, ഇവരുടെ താല്പര്യങ്ങൾ ഇതൊക്കെ നല്ല രീതിയിൽ പ്രകടിപ്പിക്കാൻ സാധിക്കുന്ന സമയം തന്നെയാണ്. അധിക ചെലവുകൾ വരാതെ നോക്കുക. സാമ്പത്തിക കാര്യത്തിൽ നിയന്ത്രണം സാധ്യമാകുന്ന സമയമാണ്. സഹോദരങ്ങൾ വളരെ അനുകൂലമായ രീതിയിൽ സ്നേഹബന്ധത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന സമയമാണ്. പല വിധത്തിലും സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നു. ഒട്ടേറെ വരുമാന മാർഗങ്ങൾ ഇവർക്ക് ഉണ്ടാകും. സാഹിത്യ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മികച്ച അനുഭവങ്ങൾ വന്നു ചേരും. ഗുണങ്ങൾ ഏറെ വർദ്ധിച്ചു കാണുന്നു. ഇവർക്ക് വിദേശ രാജ്യത്തേക്ക് പോകാനുള്ള അവസരങ്ങൾ ലഭ്യമാകുന്നു. ഇവർ അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മികച്ച അവസരങ്ങൾ ഇവരെ തേടിയെത്തുന്നു. അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നു. ചെലവുകൾ അധികരിക്കാതെ ശ്രദ്ധിക്കുക. വീട് നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കും. ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന തടസ്സങ്ങൾ തീർക്കാൻ ഇവർക്ക് സാധിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതി വന്നു ചേരുന്ന സമയമാണ്. സാമ്പത്തികപരമായി അനുകൂലമായ നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒട്ടേറെ ഉയർച്ചകൾ ലഭ്യമാകുന്ന ഒരു സമയമാണ്. നല്ലൊരു വിവാഹബന്ധം ലഭിക്കാവുന്ന സാഹചര്യങ്ങളാണ്. അനുകൂലമായ സ്ഥിതിവിശേഷം ഇവർക്ക് വന്നു ചേരും. ഒട്ടേറെ സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം വർദ്ധിച്ചു കാണുന്നു. കർമ്മരംഗത്ത് ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറുകയും ജോലിയിൽ ഉയർച്ച കൈവരിക്കുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. സന്താന സൗഭാഗ്യമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഒട്ടേറെ പണസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുന്നു. കടബാധ്യതയൊക്കെ തീർക്കാനുള്ള അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു. ദീർഘകാലമായി തടസ്സപ്പെട്ടുകൊണ്ടിരുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാനും അതുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ മാറ്റുന്നതിനും സാധിക്കുന്നു. അനുകൂലമായ തീരുമാനങ്ങൾ ഇവർക്കെടുക്കാൻ സാധിക്കും. തൊഴിൽ രംഗത്ത് അംഗീകാരവും പ്രശസ്തിയും ഒക്കെ വന്നു ചേരും. സാമ്പത്തിക നേട്ടം ലഭിക്കുന്ന സമയം കൂടിയാണ്. ഒട്ടേറെ ഗുണങ്ങൾ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. മാനസിക സമ്മർദ്ദങ്ങൾ അതിജീവിച്ചുകൊണ്ട് മനസ്സമാധാനത്തോടു കൂടി
സന്തോഷത്തോടുകൂടി ജീവിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു. മത്സര പരീക്ഷകളിൽ മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ ഇവർക്ക് സാധിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായ സമയം തന്നെയാണ്. ഇവർ ദേവീക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മികച്ച മുന്നേറ്റങ്ങൾ ഇവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കും. അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാർക്ക് ആത്മീയ കാര്യത്തിൽ വളരെയധികം താല്പര്യം ജനിക്കുന്ന ഒരു സമയം കൂടിയാണ്. തൊഴിൽ രംഗത്ത് ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ അതിനെ പരിഹരിക്കാനുള്ള അവസരങ്ങൾ നോക്കി നിൽക്കുക. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഭൂമിയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ മാറുകയും ഇവർക്കൊട്ടേറെ ഗുണങ്ങൾ അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന സമയമാണ്. ക്ഷമയോടുകൂടി കാത്തിരിക്കുക. അവസരങ്ങൾ ഒരു പിടി ഇവരുടെ കൂടെ വന്നു ചേരും. ആരോഗ്യപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇവർ ഗണപതി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോകുക. എല്ലാവിധ ഐശ്വര്യങ്ങൾക്കും സമൃദ്ധികൾക്കുമൊക്കെ കാരണമാകുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുന്നു. സാമ്പത്തിക രംഗത്ത് മികച്ച നേട്ടങ്ങൾ വന്നു ചേർന്ന സമയം കൂടിയാണ്. പഴയ ബന്ധങ്ങൾ പുതുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു. ഈശ്വരാധീനവും ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ കൊണ്ട് വലിയ തോതിലുള്ള ഉയർച്ചകൾ കാണാൻ സാധിക്കുന്ന സമയമാണ്. പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇവർക്ക് സാധിക്കുകയും ആശ്വാസകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാൻ സാധിക്കുകയും ചെയ്യും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ ഇവർക്ക് സാധിക്കും. കുടുംബപരമായിട്ടുണ്ടായിരുന്ന പലവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കുകയും നേട്ടങ്ങളും കുതിച്ചുയരാനുള്ള അവസരങ്ങളും ഇവരുടെ കൂടെ വന്നു ചേരും. സ്ഥാനമാനങ്ങൾ ലഭിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരും. സന്താന സൗഭാഗ്യം, സന്താനങ്ങളുടെ ഉയർച്ച, മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലുള്ള നേട്ടങ്ങൾ ഇതൊക്കെ പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന സമയമാണ്. ഇവരുടെ പ്രതീക്ഷകൾ പൂവണിയാൻ സാധിക്കുന്ന മികച്ച അവസരങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. പുതിയ പദ്ധതികൾ ആരംഭിക്കാൻ സാധിക്കുകയും ബിസിനസ് സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറുകയും മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുകയും ചെയ്യുന്ന സമയമാണ്. കുടുംബത്തിൽ സന്തോഷകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ബന്ധുക്കളുടെ എല്ലാവിധ സഹായ സഹനങ്ങളും ലഭ്യമാകുന്ന ഒരു സമയം കൂടിയാണ്. മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾ പൂർത്തീകരിക്കാൻ സാധിക്കുകയും കടം കൊടുത്ത പണം തിരികെ ലഭിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. ധനകാര്യ ഇടപാടുകൾ ശ്രദ്ധിക്കുക. പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്തുകൊണ്ട് ഇവർക്ക് മുന്നോട്ട് പോകാനുള്ള ആത്മവിശ്വാസം ലഭിക്കുന്ന സമയം കൂടിയാണ്. സന്തോഷകരമായിട്ടുള്ള അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരും. അടുത്ത നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് പ്രവർത്തന മികവ് വന്നു ചേരും. സാമ്പത്തിക നേട്ടങ്ങൾ ഇവർക്കുണ്ടാകും. കുടുംബപരമായിട്ടുള്ള ഉയർച്ചകൾ ഇവർക്ക് ലഭിക്കുന്ന സമയം കൂടിയാണ്. സാമ്പത്തിക പുരോഗതിയും തൊഴിൽ പുരോഗതിയും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളുമായി നല്ല സ്നേഹബന്ധം പുലർത്താൻ സാധിക്കുന്ന സമയം. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ മാറുകയും മികച്ച പ്രതീക്ഷകൾ വെച്ച് പുലർത്താൻ സാധിക്കുകയും ചെയ്യും. സാമ്പത്തിക അഭിവൃദ്ധി ഇവർക്ക് ലഭ്യമാകുന്ന സമയം കൂടിയാണ്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.